ഇതാണ് ആപ്പിൾ വാച്ച് 6 സീരീസ് 6 അല്ലേ? 44 mm. ഇതാണ് ഇതിൻ്റെ 42 mm. ഫങ്ഷനാലിറ്റി ഒക്കെ സെയിം തന്നെ, പക്ഷേ സ്ക്രീൻ സൈസ് മാത്രമേ ഉള്ളൂ. വേറെ മാറ്റങ്ങളൊന്നും അവർ പറയപ്പെടുന്നില്ല. ഈവൻ ബാറ്ററി പോലും ഏകദേശം ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. ഇതിന് ചിലപ്പോൾ ഒരു പൊടിക്ക് കൂടിയെങ്കിലും ഉള്ളൂ. ഇത് ബാറ്ററി കുറച്ച് വലുതാണെങ്കിലും ഇതിൻ്റെ സ്ക്രീന് സെയിം സൈസ് അല്ല, സ്ക്രീൻ വലുതല്ലേ, അത് കാരണം അത് കോമ്പൻസേറ്റ് ആവും. ബാറ്ററി ഏകദേശം ഒരുപോലെ ആയിരിക്കും. നമ്മളുള്ള ആപ്പിൾ വാച്ച് 3 വെച്ച് നോക്കുമ്പോൾ ഇത് ലൈറ്റ് ഇയേഴ്സ് ഹെഡാണ്. സ്പീഡാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഈവൻ വാച്ച് ഫേസസ് ആണെങ്കിൽ പോലും ഇതിൽ കുറേ അടിപൊളി വാച്ച് ഫേസുകളുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ അല്ലേ. ഡിസ്പ്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ്. പിന്നെ ഇതിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECG ഉണ്ട്. ഇതൊരു ഡെമോ യൂണിറ്റ് ആയത് കാരണം ECG ഒക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ സാധാരണയുള്ള ഹാർട്ട് റേറ്റ് മെഷർമെൻറ്റ്, പിന്നെ മറ്റേ ബ്ലഡ് ഓക്സിജൻ, ഇതാണ് കോമ്പസ്. പുതിയ ഫീച്ചറാണ് സീരീസ് 5 ഫീച്ചർ. അതുപോലെ സാധാരണയുള്ള വർക്കൗട്ട് ഫീച്ചേഴ്സ് എല്ലാതും ഒരുപാട് വർക്കൗട്ട് ഫീച്ചേഴ്സ് ഉണ്ട്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ സെറ്റിങ് ഓൺ ആക്കിയിടും. അതുപോലെ ബാക്കിയുള്ള ആപ്പിൾ വാച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സംഭവം ഞാൻ പണ്ട് ഫൈമിനോട് പറഞ്ഞിട്ടില്ലേ, ആദ്യത്തെ ആപ്പിൾ വാച്ച് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഈ ആപ്പിൾ വാച്ച് എന്ന സംഭവം ഒരുപാട് മുന്നോട്ട് പോകും. അതിൽ ഇന്നെ വീഴ്ത്തിയ ഒറ്റ വാൾപേപ്പർ ഏതാണെന്ന് ഞാൻ അപ്പോൾ കാണിച്ചത്. അതേതറിയോ, ആ സ്ക്രീന് ഇതല്ലേ, ഇതെടുത്തിട്ട് ഇതിലെ എഡിറ്റ് എടുത്താൽ ഇതിൽ ബട്ടർഫ്ലൈ ഉണ്ട്. ഇത് കണ്ട ഉടനെ ഞാൻ വീണുപോയി. അതെ, 60 frames per second. അതെ, അസാധ്യമാണ്. ആപ്പിളിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഈ ലീഗിൽ അവർക്ക് കോമ്പറ്റീഷൻ ഇല്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കുകയാണ്. പക്ഷേ ഇതാണ് ആപ്പിൾ വാച്ച് സീരീസ് 6.